നമുക്കൊരു 4 റൗണ്ട് ഇവിടുന്ന് പൂട്ടാം, ആളുകളൊന്ന് പഠിക്കട്ടെ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുല്ലമിനെ തന്നെ കൊണ്ടിരിങ്ങള്. സുല്ലമി എന്ന് പറയട്ടെ, വിവരം കെട്ടവനല്ല. സുല്ലമി വരട്ടെ. സുല്ലമിയല്ല വലിയ മുഹദ്ദിസ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്നത് പ്രാർത്ഥനയല്ല, അത് അഭൗതിക കാര്യമല്ലേ? അഭൗതിക കാര്യമല്ലത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ടൊരു കാര്യമാണ്. ബാക്കി പറയട്ടോ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്നാൽ അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇത് ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദനിയുടേതാണ്. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പതിവായി ദിവ്യ സന്ദേശവുമായി എത്താറുണ്ടായിരുന്ന ജിബ്രീൽ എന്ന മലക്കിനോട് സഹായം തേടാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ മലക്കുകൾ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്. ജിന്നുകൾ അവന്റെ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ അവന്റെ ആളുകളെ സഹായിക്കുന്നുണ്ട്, കാഫിറുകളെ സഹായിക്കുന്നുണ്ട്. അത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷെ അവരോട് സഹായം തേടാൻ പാടില്ല. കാര്യകരണ ബന്ധത്തിന് അപ്പുറത്തുള്ള പ്രാർത്ഥന അവരോട് നടത്താൻ പാടില്ല. അവരെ കൈവിൽപ്പെട്ട കാര്യം എന്താ ചോദിച്ചൂടെ? ഡോക്ടറോടും മറ്റൊക്കെ ചോദിക്കുന്നത് പോലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ ചോദിക്കാൻ നമുക്ക് അവരെ കീഴ്പ്പെടുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവരെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ അവരനുസരിക്കുന്നുണ്ടെങ്കിൽ. ഇത് സുലൈമാൻ നബിക്ക് അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വരും. ബിൽഡിംഗ് ഉണ്ടാക്കണാർന്ന ബിൽഡിംഗ് ഉണ്ടാക്കും, പൊളിച്ചിടാർന്ന പൊളിച്ചിടും. അങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താൻ തന്നോ? അതാണ്. അപ്പൊ നമുക്ക് കൺമുന്നിൽ കാണാനോ അവരെ ഉപയോഗപ്പെടുത്താനോ സാധിക്കാത്തത് കൊണ്ടാണ് ജിന്നുകളുമായിട്ട് മറ്റു മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത് പോലെ നമുക്ക് സഹായം ചോദിക്കാൻ കഴിയാത്തത്. അത് സുഹൃത്തുക്കളെ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങള് ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും. കണ്ടോ, മലക്കുകൾ സഹായിക്കുന്നല്ലേ, എന്നാ പിന്നെ മഹാത്മാക്കളും സഹായിച്ചൂടേന്ന് ഖുറാഫിയോട് ചോദിക്കണേ. നമ്മൾ എന്താ മറുപടി പറയാൻ? മറുപടി അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാ. എന്നിട്ട് പോരി, നിങ്ങൾ പാലം പണിയായിട്ട് നടക്കല്ലേ, നിങ്ങൾക്ക് മറുപടി കിട്ടൂലപ്പോ. നിങ്ങൾ പാലം പണിയും കുളന്തോണ്ടലും ചെടി നടലും നിങ്ങളെ പണി, പ്ലാസ്റ്റിക് പൊറുക്കലും അല്ലേ. നേതാവ് ഇപ്പൊ കല്ലിക്കണ്ടി വന്നിട്ട് എന്താ പറഞ്ഞത്? കല്ലിക്കണ്ടിക്കാരോട് ചോദിച്ചു നോക്കി. തൗഹീദ് പറഞ്ഞോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയം പറഞ്ഞോ? പ്ലാസ്റ്റിക്കും കൊക്കക്കോളയും എന്നൊരു ജമാഅത്ത് സ്റ്റൈൽ ആയല്ലോ അല്ലേ. ജമാഅത്തെ ഇസ്ലാമിന്റെ സ്റ്റൈൽ എങ്ങനെയാണല്ലോ, അവർക്ക് എൻഡോസൾഫാനും അതുപോലെ പ്ലാസ്റ്റിക്കും അതുപോലുള്ള കാര്യങ്ങൾ, അവർക്ക് കൊക്കക്കോളയിൽ എത്ര വിഷാംശമുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. എക്സ്പ്രസ് ഹൈവേ അതിനെപ്പറ്റി വാദപ്രതിവാദം നടത്താൻ തയ്യാറാണ്. ആ ജാതിയാ പോലെ ആ നിലവാരത്തിലേക്ക് അപ്പൊ നേതാവ് കല്ലിക്കണ്ടിയിൽ വന്നിട്ട് ഇപ്പുറത്തൊക്കെ കുറെ ആൾ മൂടും തട്ടി പോയില്ലല്ലോ, എന്തേ കിട്ടി? ഒന്നും കിട്ടൂല. അപ്പൊ അതിന് നിങ്ങൾക്ക് മറുപടി അറിയാൻ കഴിച്ചില്ല, ഞങ്ങളോട് പറഞ്ഞുതരും. ഇപ്പൊ കണ്ടോ, ഇനി ഖുറാഫികളോട് എന്താ പറയാൻ? ഈലൊക്കെ ഇസ്ലാം വായിച്ചോ? മടവൂരികളെ തൗഹീദും കുബൂരികളെ മുതലെടുക്കും വായിച്ചു പഠിച്ചോ? സുല്ലമിക്ക് കൊണ്ടേ കൊടുത്തേ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം പറഞ്ഞു കൊടുക്കാൻ. കുബൂരികളെ മുതലെടുപ്പ് എന്താന്നും ഈ പേരോട് പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കണേ? അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ട് എന്ന് സക്കരിയാസിലായി പ്രസംഗിച്ചു. കണ്ടോ, പങ്കു ചേർക്കാൻ പാടില്ല എന്നല്ലേ മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് അയാളെ പ്രസംഗം. അത് കഴിഞ്ഞിട്ട് മറ്റോന്റെ വകതിനെ താങ്ങ് ആര്? ഇവിടെ പ്രസംഗിച്ച ആലിമില്ലല്ലാമ അബ്ദുൽ ലത്തീഫ് ഓൻ എന്നിട്ട് മുജാഹിദുകൾ ശിർക്കിലേക്കോ എന്നിട്ട് ഞങ്ങളല്ല വരാൻ പോയത്. പേരോട് പറയാ, എന്റെ ചില മുജാഹിദ് സുഹൃത്തുക്കളാണ് എനിക്ക് കാസറ്റ് തന്നത്. ഈ സുല്ലമി അറിയുണ്ട്, ഈ കാസറ്റ് എങ്ങാനും ഞാൻ പേരോടിന്റെ കൊടുത്ത എന്തായിരിക്കും സ്ഥിതി? കൊടുത്തിന്റെ ശേഷം പറയണതേ, പേരോടിന്റെ പിന്നെ കുറ്റ്യാടിപ്പോയി സുല്ലമി ക്ലാസ് എടുത്തോളി. എന്നാ ഞങ്ങൾക്ക് എന്താ പേടി? ഓ, പേടിപ്പിക്ക. പേരോടിന്റെ കൊടുത്ത എന്തായിരിക്കും സ്ഥിതി? സുഹൃത്തുക്കളെ, ഈ പേരോടും ഈ സംസ്ഥാന നജീബ് മൗലവിയും എല്ലാവരും ഞങ്ങൾ വാദപ്രതിവാദം നടത്തുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അവർക്കൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കാനും അറിയാം. ഞങ്ങൾക്ക് അതിന് ബേജാറില്ല. നിങ്ങൾക്ക് ബേജാറുണ്ടോ? നിങ്ങൾ പോണ്ട, നിങ്ങൾ ഒഴിഞ്ഞാളി. ഞങ്ങൾ ഒഴിയൂല. ഞങ്ങൾ ഇപ്പോഴും വെല്ലുവിളിച്ചോണ്ടന്നെ സംസാരിക്കുന്നത് എല്ലാ സ്ഥലത്തും. എത്ര നടത്തി, എത്ര വാദപ്രതിവാദങ്ങൾ ഇവിടെ നടന്നുപോയി.
അപ്പൊ സുഹൃത്തുക്കളെ, പങ്കു ചേർക്കലാണ് എന്ത്? അയ്യൂബ് നബിയുടെ രോഗത്തിൽ ശൈത്താന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ല.